ഹലോ ഹായ് വെൽക്കം ടു അവർ ചാനൽ കുക്ക് ഫ്രം കേരള. അപ്പോൾ ഇന്നൊരു അടിപൊളി കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും തന്നെ ഏറ്റവും പ്രിയമായ ഒന്നാണ്, സദ്യകളിലും എല്ലാത്തിലും പ്രിയമായ ഒന്നാണ് സാമ്പാർ. അപ്പോൾ അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എല്ലാ പച്ചക്കറികളും എടുത്തിട്ടുണ്ട്. പച്ചക്കറികളെല്ലാം അരിഞ്ഞൊരു കുക്കറിനകത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ്, ആവശ്യമായ മഞ്ഞൾപ്പൊടി, അതിനാവശ്യമായ വെള്ളം എന്നിവ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 വിസിലാണ് വിടുന്നത് കേട്ടോ. ഒരു വിസിൽ വിട്ടാലും കുഴപ്പമില്ല, പക്ഷേ ഞാനിവിടെ 2 വിസിൽ വിട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളൊരു ഇച്ചിരി പരിപ്പ് കഴുകിയിടുക. ഞാൻ പരിപ്പിൻ്റെ കാര്യം മറന്നു പോയതുകൊണ്ടാണ്. പരിപ്പിടുക. പരിപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുക്കറിൽ വെച്ച് 2 വിസിൽ വിടുക. വിട്ടതിന് ശേഷം നമുക്ക് ആ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഞാനിവിടെ 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഒരു 1.5 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ സാമ്പാർ പൊടി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 3-4 സ്പൂൺ വരെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി നന്നായിട്ടൊന്ന് ചൂടാക്കുക. അതായത് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കുക്കർ വിസിൽ വന്നതിന് ശേഷം അതൊന്ന് മാറ്റി തുറന്ന് വെക്കുക. വിസിൽ നന്നായിട്ട് പോയതിന് ശേഷം മാത്രം എടുക്കുക, അല്ലെങ്കിൽ ചിലപ്പം തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിസിൽ നന്നായി പോയതിന് ശേഷം മാറ്റിയെടുത്ത് വെക്കുക. അത് നന്നായിട്ട് ഉടഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരല്പം നേരം ചെറു തീയിലൊന്ന് അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാനിവിടെ പുളി എടുത്തിട്ടുണ്ട്. പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിക്കുക. പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പുളിയാണ് എടുത്തിരിക്കുന്നത്. ആ പുളി നന്നായിട്ട് ഉടച്ച് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ച ആ പൊടി അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. മൂടി വെക്കുമ്പോഴേക്കും നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള സാധനം എടുക്കാം. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി എടുക്കുക. ചീനച്ചട്ടി എടുത്തതിന് ശേഷം ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇടുക. കടുക് ഇട്ടതിന് ശേഷം ഞാനിവിടെ 4 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി നല്ല ബ്രൗൺ കളറാകുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില, അതുപോലെ തന്നെ വറ്റൽമുളക് ഇട്ട് നന്നായിട്ട് മാറ്റുക. അതിന് ശേഷം ഒരല്പം മല്ലിപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ തീ ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്യുക.